കത്തിയ എന്തോടെ മുക്ക ടെമ്പിൾ എത്തിയിട്ടാണ്. ഇതാണ് മുക്ക ടെമ്പിൾ. ഹലോ 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 വെൽക്കം ടു മൈ ചാനൽ മല്ലു ഡ്രീംസ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അങ്ങനെ മുക്തിനാഥിൽ ഞങ്ങൾ രാത്രിയിലെത്തി. മുക്തിനാഥിൽ നമ്മൾ ക്ഷേത്രത്തിലോട്ട് അപ്പോൾ ഒന്ന് ഇറങ്ങി ഒന്ന് എഴുന്നേറ്റ് റെഡിയായി ഒന്ന് ഫ്രഷ് ആവട്ടെ. അതിന് മുമ്പ് ഇവന്മാരുടെ കുറച്ച് കോലാഹലങ്ങൾ നമുക്ക് കാണാം. ഓക്കെ ബൈ. സെറ്റായ കമാൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ്. ഷഡ്ഡി എല്ലാം മിസ്സായ വിഷയമുണ്ടോ അവിടെ? ബ്രെഡ് നല്ല സെറ്റാക്കി നമ്മളുടെ ന്യൂട്രല വെച്ച് സെറ്റാക്കി തരുവാണ് ബാബന്റെ കൊച്ച്. എല്ലാരും ഫ്രഷായി കുളിച്ചു. അപ്പൊ നമുക്കിനി നേരെ അമ്പലത്തിലേക്ക് പോകാം. മുക്തിനാഥ് ടെമ്പിളിലേക്കാണ് ഇവിടെ പോകുന്നത്. നമ്മൾ ഇന്നലെ എടുത്ത റൂമാണിത്. അപ്പൊ എല്ലാ സാധനങ്ങളും ജസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചേക്കാം. സ്പ്രേ മൊത്തം തീർക്കണം. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. 2000 നേപ്പാൾ മണി ആയിട്ടുള്ളൂ കേട്ടോ. 2000 നേപ്പാൾ മണി ആകുമ്പോൾ എത്ര ഡെലിവറി മണി? 1200. 1250 രൂപ ഇന്ത്യൻ മണി ആയിട്ടുള്ളൂ കേട്ടോ. സെറ്റാണ്. എല്ലാവർക്കും ഒരു ബെഡാക്കാൻ. പൈസ അപ്പൊ എല്ലാവരും ഇറങ്ങി നമുക്ക് റൂം കൂട്ടാം. ഫോൺ ചാർജ് ആവുന്നുണ്ടോ? ഫുള്ള് ഇല്ല, കുത്തിയിട്ടില്ല. ഇത് ഉരുട്ടാറുണ്ട്. അപ്പൊ ഇതറിയാം. അങ്ങനെ നമ്മളുടെ ഈ റൂമിൽ നിന്ന് നമ്മൾ നേരെ മുക്തിനാഥിലേക്കുള്ള ടെമ്പിളിലേക്ക് പോവുകയാണ്. അവന്മാരെല്ലാം ഇറങ്ങി. ഇവിടുത്തെ റൂമിന്റെ ടോപ്പാട്ടോ. ഹിന്ദി പാട്ടിട്ടുണ്ട്. അല്ല നിങ്ങൾ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്തേ. ഓക്കെ ഡാൻ വാ. മരുന്നേ സാമാതെ അത് എന്നത് കടയാട്ടോ. തൊട്ടടുത്ത് തന്നെ കടയാ. ഡാർലിംഗ് ഹോട്ടലിൻ്റെ അകത്തന്നെ കടയുണ്ട്. ഷോപ്പിംഗ്. മുക്തിനാഥിന്റെ ഫോട്ടോ ഒന്നുമില്ല അവിടെ. ആ ക്യാപ്പ് വേറെ ഇന്ന് ക്യാപ്പ് മതി. എന്റെ അവകാശങ്ങളെല്ലാം നിർത്തുകൊണ്ട് പോയി. വരയ്ക്കില്ലേ പോകുന്നത് ഇതിപ്പോ ഐസ്ക്രീം കച്ചവടം അങ്ങനെ അല്ല. അങ്ങോട്ട് വരയ്ക്കണം. അത് വരയ്ക്കണം. ഇങ്ങനെ പിടിക്കണ്ടേ? ഇല്ല അല്ല അങ്ങനല്ല. ഇങ്ങടി ഞാൻ കാണിച്ച പിടിയേ. ഇനി അടുത്ത ആളെ കാണിക്കുന്നതായിരിക്കും. കത്തി 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 കാണിച്ചോടെ. ഇനി കത്തി കാണിക്കട്ടെ. അതറിയോ ഇച്ചിരി പ്രഷർ കൊടുക്കണം കേട്ടോ. എന്നിട്ട് വരയ്ക്കാണ്. ആ പ്രഷറിലാണ് ആ സമയം. കത്തി കുത്തി മുക്തിനാഥ് ബड़ा സൈസ് है फोटो. വാപ്പി അതിശക്തമായി ഇവിടുത്തെ ഈ രാവിലത്തെ പൂജ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. വാപ്പി രാവിലത്തെ പൂജ കഴിഞ്ഞിട്ട് ഉണ്ടക്കെടുത്തേ ഉള്ളു ഗൈസ്.
ചന്ദനം തൊടാൻ പറ്റുമോ? സോറി പാപ്പിയാണ് മറ്റേ കിട്ടും ഓറഞ്ച് കളർ. എനിക്ക് മുകളിൽ ഫുൾ ഐസടാ. പൊടിയില്ലേ നിന്റെ മുണ്ട് പോകുന്നത് എനിക്ക് വേണ്ട കേട്ടോ. വലിച്ചാ ഊരിക്കൊണ്ട് പോകും. നിന്റെ അല്ല വേറെ അവിടെ അങ്ങോട്ട് അതിന് 3 ഐസ്. ഇവിടെ ചൂടുവെള്ളം കിട്ടുന്നത് ഇവിടെ തിളച്ച് പറ്റി. മടക്കി കൊടുക്കാനൊക്കെ എനിക്കറിയാം. എനിക്ക് കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. കഴിയോ ചേട്ടൻ ഊരി പോയി കഴിഞ്ഞാൽ പ്രശ്നം നടക്കാൻ പറ്റില്ല. ബൈക്ക് ഡേയ്സ് ഡൽഹി റെയിൽ സ്റ്റേഷൻ എന്താ അടുത്ത് താക്കൊന്നേ ബാംഗ്ലൂരാ ബാംഗ്ലൂർ ബാംഗ്ലൂരാണ്. എടാ എത്ര കിലോമീറ്റർ അവിടുന്ന് മുക്താ ടെമ്പിളിലോട്ട് പോവാൻ? 1 കിലോമീറ്ററോ? അങ്ങോട്ട് മറ്റേ ഇതൊന്നും പോകത്തില്ല, കുതിരയൊന്നും പോകത്തില്ല? പിന്നെ ധാരാളം ടൂറിസ്റ്റ് ഹോട്ടലുകളുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് നേരെ നടന്നും പോകാം, അതേപോലെ തന്നെ നമുക്ക് കുതിര സവാരി ചെയ്തു പോകാം. ഏകദേശം 1 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പോകുന്ന വഴി തന്നെ ഇഷ്ടംപോലെ കടകളും ഉണ്ട്. നമ്മളെ ഷോപ്പിംഗ് ഇവിടുത്തെ ക്ലോത്തുകളും അതേപോലെ ഇവിടുത്തെ സ്റ്റോൺസുകളും മാലയും അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്, ഇഷ്ടം പോലെ കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറേ പേര് ബൈക്ക് റൈഡർ വരുന്നുണ്ട്. അതായത് തമിഴ്നാട്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം ഈ വരുന്ന വഴി തന്നെ കുറേ പേര് കണ്ടു. കുറേ പേര് നമ്മൾ മുമ്പത്തെ ക്ലിപ്പിന് കണ്ടു കാണുമല്ലോ. പിന്നെ ഇവിടെല്ലാം അതൊക്കെ യാക്കിൻ്റെ ടെയിലാണ്, വാല രോമമാണ്. അതുകൊണ്ട് ഇവിടെ കുറച്ച് പേര് കുതിര കയറുന്നു. നമുക്ക് നോക്കിയാലോ. അവിടെ ഇങ്ങനെ വരുന്നവർ ഒരു ദിവസം ഭൂമി കിടന്ന് ബോറിംഗായി. എന്നുവെച്ചാൽ ഈ അറ്റ്മോസ്ഫിയറുമായിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. പെട്ടെന്ന് ഒരു 85% വരെ ഫൈറ്റ് വേണം. ഒരു പെട്ടെന്ന് ഇതേപോലത്തെ ഇഷ്ടംപോലെ ഐറ്റംസ് ഇവിടെ സെയിലൊക്കെ ഉണ്ടോ. ഇത് പറയുന്നത് ആപ്പിളാണ് കേട്ടോ. ആപ്പിൾ ഉണക്കി വെച്ചേക്കാണ്. നമ്മളപ്പോൾ അതായത് താഴെ നടന്നു വന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഹെൽത്ത് കെയർ സെൻ്റർ കയറിയിട്ട് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് തലവേദന നല്ലതായിട്ട് എടുക്കും. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു ടാബ്ലറ്റ് വാങ്ങിച്ചു, കഴിച്ചു. വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുക. ഇത് ട്രാവലിംഗ് എല്ലാം ഉണ്ടോടാ? സാമാനം കേട്ടോ. നല്ല രസമുണ്ടോ പട്ടി കാണാൻ? എറുമഷപ്പേടെ ഒട്ടിയിരുന്നു. ഗൈസ് കുതിര സവാരി ഉണ്ട്. കുതിര സവാരിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മണി 200 രൂപയാണ് ഇവിടുന്ന് അവിടെ കയറി പോകുന്നതിന്. നേപ്പാൾ മണി 300 രൂപ. അതുകൊണ്ട് നമ്മളത് ബഹിഷ്കരിച്ചു. നമ്മൾ വേണ്ടി നടക്കാൻ കരുതി. ഓഫ് റോഡ് ഫുൾ ചെളിയാണ്. മണാലി ഒന്നും അത് മണാലി അല്ലല്ലോ. മറ്റേ അവിടെ എത്ര രൂപ കാണും? മുക്തനാലിലേക്ക് നമുക്കിനി ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉണ്ടോ? 1/2 കിലോമീറ്റർ ഉണ്ടോ? മുക്തനാൽ ക്ഷേത്രത്തിലേക്കല്ല, മുക്തനാൽ മെയിൻ എൻട്രിയിലേക്ക്. മുക്തനാൽ ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രിയിലേക്ക് നമുക്കിപ്പോൾ ഇനി ഏകദേശം 1/2 കിലോമീറ്ററോളം കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പടികൾ കയറാനുണ്ട്. ആ പടികൾ കയറി കുതിരയാണെങ്കിലും എന്താണെങ്കിലും മുക്തനാൽ ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രി വരെ പോകത്തുള്ളൂ. പടികൾ നമ്മൾ ചവിട്ടി തന്നെ കയറണം.
അവിടെ ഒരു കൊല്ലം എൻ്റെ ഒറിജിനൽ ഹസ്കി കടിച്ചു വെച്ച് വരല് ഇൻ ട്രെയിനിങ്ങാ. ആടല്ലോ മറ്റേ ദിലീപിനുണ്ടല്ലോ ഏത് വീട്ടിലെ കേട്ടോ ആ ട്രെയിനിങ് ഐസപ്പം നമ്മൾ ആ പടിയുടെ എടുത്താറാ കേട്ടോ. ആ സ്റ്റെപ്പാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിന് മുമ്പ് ആ സ്റ്റെപ്പ് ഉണ്ടോ? എത്ര സ്റ്റെപ്പൊന്നും അറിയില്ല, നേരിട്ട് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മളിവിടെ കയറി ജസ്റ്റ് ബ്ലാക്ക് ടീ കുടിക്കുന്നത് കരുതി. അപ്പോൾ ഇവിടെ കുറേ സാധനം കണ്ടു. കളി അകത്തിരിക്കുന്നവരാ, പിന്നെ വെള്ളിലോട്ടൊന്നും ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ അങ്ങനെ ഇരിക്കാം. ഇപ്പോൾ ഈ വെയിലത്തിരിക്കുമ്പോൾ നമ്മളങ്ങ് സെറ്റ് ആയി പോകും. ആദ്യം പിന്നെ ഇതൊക്കെ നമുക്ക് അങ്ങോട്ടാണ് വേണ്ടത്. നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം. അത് സംഭവം നമ്മൾ ചായ എല്ലാം കുടിച്ചു. പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. മുക്തിയാവ് ടെമ്പിളിലേക്കുള്ള ഫസ്റ്റ് ആർച്ചാണ്. ഇവിടുന്ന് സ്റ്റെപ്പ് കയറിയാൽ പോകണ്ട കേട്ടോ. കുതിര സവാരിക്ക് വേറെ റൂട്ടാണ്. ഇതുവഴി വേറെ റോഡുണ്ട് കേട്ടോ. നമ്മൾ ആ ഗേറ്റിൻ്റെ അടുത്തി. ഇനി ഗേറ്റിൻ്റെ അവിടെ നമുക്ക് നേരെ കയറിപ്പോ. അവിടെ കിട്ടത്തില്ല. നമ്മൾ ഈ ആർച്ചിൽ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ കുറേ സാമാൻ ഇരിപ്പുണ്ട്. കേരള തമിഴാ? அங்கேருந்து இல்லை கோவில் அங்கே தானே இருக்கா? ஆ അപ്പോൾ നമുക്ക് യാത്ര തുടരാം. സ്റ്റെപ്പ് സ്റ്റേജിലേക്കാം. ഇത്രയും സ്റ്റെപ്പുകളുണ്ട് കയറാം. നമുക്ക് മേളിൽ ചെന്ന് നോക്കാം. ഹായ്, നമുക്കപ്പം മേളിൽ മുക്താവിലോട്ട് കയറി പോകേണ്ടത് 325 സ്റ്റെപ്പ് ഉണ്ട് ഇതുപോലെ പടികൾ. അപ്പോൾ പണിയോണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള മെയിൻ്റെനൻസാണ്. മൂസി വന്നോ? ആ വരുന്നില്ല. കയറാം കയറാം. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരു ഫാമിലി കണ്ടു കേട്ടോ. ഒരു കപ്പിൾസ് എന്നാൽ ഒരു പ്രായമായ ഒരു അച്ഛനും ഒരു അമ്മയും ഇവിടുത്തെ തന്നെയാണ്. പക്ഷേ അവർ എല്ലാ മാസം ഒന്ന് മാസം കൂടി ഇരിക്കുമ്പോഴത്തേക്ക് അവർ എല്ലാ നാട്ടിലും ട്രാവൽ ചെയ്യും. ഇതൊക്കെയാണ് ലൈഫ് എന്ന് പറയുന്നത്. എല്ലാം കുറേ കാശുണ്ടാക്കി കുറേ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി വലിയ പണക്കാരനാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ടുണ്ടെന്ന് ഒരു കാര്യമില്ല. കാരണം നമ്മൾ പോകുമ്പോൾ തിരിച്ചൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ലൈഫ് ഇതൊക്കെയാണ് നല്ല എക്സ്പീരിയൻസ്. പലർക്കും ഓരോ മൈൻഡാണ്. ബട്ട് എന്താ പറയുക, എനിക്കൊക്കെ ഇങ്ങനെ ജീവിക്കാൻ ഇഷ്ടം. എന്നാലും ഒരു നാൾ നമ്മൾ മരിക്കും. പോകുമ്പോൾ നമ്മൾ ഈ ലക്ഷങ്ങളോ കോടികളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പിന്നെ നമ്മളെ സൊസൈറ്റി ജീവിക്കുമ്പോൾ മാത്രം നമുക്ക് കുറച്ച് അത്യാവശ്യം കാശ് വേണം. ജീവിക്കാൻ വേണ്ടിയുള്ള കാശ്, ആഡംബരം കാണിക്കാൻ വേണ്ടിയുള്ള ജീവിക്കാൻ വേണ്ടിയുള്ള കാശ്. പിന്നെ മാക്സിമം നമ്മൾ ട്രാവൽ ചെയ്യുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റേ സ്കോഡിലുള്ള മറ്റേ സ്കോഡാ. Yes, that is Gandaki 140 megawatt electricity producing there. That is called Mirmi. You forget that name. You says that Mirmi. Mirmi. You can write. You can write or you can. 144 megawatt electricity is producing there. You big Saligram. You can say that was more than 1 billion.
very important. And we are going to other place because that is not in your route, so I can't say. No, we are going now. You are going to Kathmandu then. You go. You go. That is Devi Temple. Devi Temple. That is in the route. Okay. In the way. That is no problem. That is big Saligram is something. You can say 50 Far away from there. far away from. I think 50-100 kilometers. That means. ഗൈസ്, അപ്പോൾ നമ്മൾ ഏതാനും നിമിഷങ്ങളിൽ എത്തുന്നതായിരിക്കും കേട്ടോ. കണ്ട ആ പുറം വരുന്നില്ലണ്ട്, അത് അച്ഛനമ്മയും അതൊക്കെ ലൈഫാണ് ലൈഫ്. അതിപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോഴത്തേക്ക് നിങ്ങളായിരിക്കും ഓട്ടത്തിലാണ് എല്ലാവരും കാശിനെ പ്രകടനം നേടുക. അപ്പോഴത്തേക്കും കാശ് വേണ്ട ജീവിക്കാനെ കൊണ്ട് ഉള്ള പൈസ മൊത്തം ദൂർത്തടിച്ച് വേണം. ഇല്ല, നമ്മൾ ദൂർത്തടിക്കാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അത് ഇതിനെപ്പറ്റി, അതായത് ട്രാവലിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസിനെ പറ്റി അറിയാൻ മേത്തവർക്ക് എത്ര പറഞ്ഞാലും നമുക്ക് കൺവിൻസ് ആവത്തില്ല. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് അല്ലേ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോ, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 10 രൂപയിലെ പോലും ഞാൻ പ്ലാൻ ചെയ്യും. കാരണം ഇപ്പോൾ നമ്മൾ ചോദിക്കട്ടെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തീരുമാനിക്കുക, എനിക്ക് ആ സാധനം വാങ്ങണം അല്ലെങ്കിൽ ആ സാധനം കാണണം എന്നും പറഞ്ഞ് നമ്മൾ മാസത്തെ ഒരു 500 വെച്ച് സേവ് ചെയ്ത് മാറ്റിയാലും നമുക്ക് വർഷത്തിൽ എപ്പോഴായാലും ഒരു യാത്രയിലും പോകാൻ പറ്റത്തില്ലേ? പക്ഷേ നമ്മളതിലോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. പക്ഷേ ഒന്ന് ആലോചിക്കാം, നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നത് മാത്രം ആലോചിക്കാൻ. ഇന്ന് ജീവിക്കും, കുറച്ച് ആളുകളും ചത്തുപോകും. പിന്നെ എന്താർത്ഥം? പോകുമ്പോൾ നമ്മളെന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും കൊണ്ടുപോകത്തില്ല. കോടി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ജീവിതത്തോളം കാലം അതുകൊണ്ട് ഇഷ്ടങ്ങളനുസരിച്ച് ഹാപ്പിനെസ് ആയിട്ട് ജീവിക്കുക. അതാണ് ഏറ്റവും ലൈഫ്. അതല്ലേ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് ട്രാവലിങ്ങിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ട്രാവൽ ചെയ്യുന്നത്. ആ ആടാ 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 എന്താ പറഞ്ഞ നമ്മൾ നടന്നു പോകുമ്പോൾ ഇതുപോലൊക്കെ ഒരുപാട് ആൾക്കാർ കാണാം കേട്ടോ. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് മുക്തിനാഥ് ടെമ്പിളിനടുത്ത്. നമ്മൾ നേപ്പാളിലെ ഏത് അമ്പലങ്ങളിൽ പോലും കാണും കേട്ടോ. രക്ഷയിൽ ഇവിടെ താഴോട്ടുള്ള വ്യൂ ഉണ്ടോ? പൊളിയില്ലേ? നമ്മൾ ശബരിമല കൊണ്ടുവന്നാലാണ് ഇവിടെ ഉണ്ടോ കേട്ടോ. ഉണ്ടോ? ബാബാ സാമ്പ കോംബോ ചെറിയൊരു അമ്പലം കേട്ടോ. ആ അപ്പോഴത്തേക്ക് നാക്കോട്ടേക്ക് പോയി എന്താ അമ്മമാരെ കൊണ്ടുവന്നുണ്ടോ? ഓ സമ്മതിക്കണല്ലയോ, ഒറ്റയ്ക്കാണേ. എത്ര വെയിറ്റ് വേണം? എങ്ങനെ ഒരു 80-90 രൂപ അടുപ്പിച്ച് വേണം. ഇല്ലടാ അമ്മയെ കൊണ്ടുവന്നേ 90 രൂപ വേണം. പിന്നെ അവനെൻ്റെ ഒരു ഇതും കിട്ടും. എന്താ മുതിർന്നവരെ അതാ പറഞ്ഞേ. ആരാണെങ്കിലും അത് നമുക്ക് ലൈഫിലേക്ക് വരുമ്പോൾ നീ ഒന്നായിട്ട് ഇറങ്ങുന്ന എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ എല്ലാം ധാരാളം ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട് കേട്ടോ. സൂപ്പറാട്ടോ. വെളിയിൽ നിന്ന് ഐസ് മെൽറ്റായിട്ട് വരുന്ന ഇതുണ്ട് കേട്ടോ.
നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ശേഷം വേലക്കാറായിട്ടുണ്ട്. ഓവർ വന്ന് പഴയ രൂപത്തിലേക്ക് വീടി ഇറങ്ങുന്നേ. ആ വീടി ഇറങ്ങുന്നു. ഇതുവഴി ഇറങ്ങി അതുവഴി ഇറങ്ങി പോവാം. അവിടെ നമ്മൾ 100-200 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് മുഖ്യ ടെമ്പിളിലേക്ക് ചെല്ലക്കൊണ്ട്. ഇവിടെയാണ് നമ്മൾ ആ കുളിക്കുന്ന സ്ഥലം വരുന്നത്. ഫുൾ ഐസായിരിക്കും. നമ്മൾ മുക്ത ടെമ്പിൾ എത്തിയിട്ടാണ്. ഈ കാണുന്നതാണ് മുക്ത ടെമ്പിൾ. അതിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു കുളമുണ്ട്, അവിടെ നമ്മൾ കുളിക്കുന്നത്. ഈ കുളത്തിലൊരു ഐതിഹ്യമുണ്ട്, അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുക്തിനാഥ് ടെമ്പിളിൻ്റെ അകത്താണ്. ഇവിടെ കാണുന്നതാണ് സ്നാനം ചെയ്യാനുള്ള, അതായത് കുറച്ച് പാവങ്ങൾ ശുദ്ധീകരിക്കാനുള്ള തീർത്ഥമാണ് ഇവിടെ കാണുന്നത്. അന്നപൂർണയുടെ താഴ്വാരത്തുള്ള ഗണ്ഡകി നദിയിൽ നിന്നാണ് ഈ സ്നാനങ്ങൾ ഉത്ഭവിപ്പിക്കുന്നത്. 108 തീർത്ഥങ്ങളാണ് ഇവിടെ കാണുന്നത്. ഈ 108 തീർത്ഥങ്ങളുടെ അടിയിലൂടെ നമ്മൾ സ്നാനം ചെയ്ത് വന്ന് ഈ 2 കുളങ്ങളിലൂടെ കുളിച്ച് മുങ്ങി നിൽക്കുന്ന കുളിച്ച് കയറി കഴിഞ്ഞാൽ നമ്മുടെ പാവങ്ങൾ സർവ്വതും ഉൾക്കപ്പെട്ട് പുതിയ ഒരു മനുഷ്യനായി രൂപാന്തരപ്പെടുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസവും ടിബറ്റൻസിൻ്റെ അതുപോലെ ഇന്ത്യൻസിൻ്റെ നേപ്പാളീസിൻ്റെ എല്ലാം വിശ്വാസം. പാവങ്ങളിൽ നിന്ന് കഴിയിട്ട് വരാം. കൂടെ വരാം. ഇതാണ് ആ 108 തീർത്ഥങ്ങൾ കാണുന്നത്. നമ്മൾ അവിടെ കുറിച്ച് അത് ഉച്ചിന്റെ വീട് കേട്ടോ. എനിക്കൊന്നും ഐസ് വെൽത്താറ്റത് വെള്ളം. നമ്മള് 108 നിന്നും ചാടിയിട്ട് ഇനി 2 കുളം കൂടി ഉണ്ട്. ആ കുളം കൂടി നമുക്ക് ചാടപ്പോ. ഞാൻ കുളിച്ചോ മൂന്നാണോ? കറങ്ങിയോ കറങ്ങിയില്ല. മൂന്നാട്ടോ
ഈ കാണുന്നതാണ് മുക്തിനാഥ് ടെമ്പിൾ. കൂടുതലെടുത്തോ നമുക്കേ വാടാ മുകളിലോട്ട് പോകുമ്പോ അവിടെ കയറണം. വാ അങ്ങനെ നമ്മളിതേ മുക്തിനാഥ് ടെമ്പിളിൻ്റെ അവിടുന്ന് നേരെ വെളി വന്നു. ഇത് സീസണൊക്കെ ആകുമ്പോഴല്ലോ ഭയങ്കര ഐസാണ് ഫുള്ള്. ഇപ്പം തന്നെ ഉണ്ടോ അവിടെ ഫുൾ ഐസാണ്, ഹിമാലയത്തിൻ്റെ ഐസാണ്. അന്നപൂർണ്ണ ഇതുണ്ടോ ഫുള്ള് കണ്ടോ. അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് നോക്കുക. നമ്മളങ്ങനെ ഇതേ മുക്തിനാഥിൻ്റെ ടോപ്പിൽ അമ്പലത്തിൽ നിന്ന് താഴേക്ക് കാണുന്ന വ്യൂ ആണ്. നമ്മൾ വന്നത് അവിടെ നിന്നാണ്. അവിടെയാണ് നമ്മൾ റൂം എടുത്തത് താഴെയായിട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്. ചായ കുടിച്ചിട്ട് നമ്മളിങ്ങനെ കയറി ദേ വന്നു. ദേ ഇവിടുന്ന് സ്റ്റെപ്പ് കയറി ഇങ്ങനെ നമ്മൾ വന്നത്. ഓക്കെ, അപ്പം നമുക്കിനി എല്ലാ കാഴ്ചകളും എല്ലാം കണ്ടില്ലേ, നമുക്കിനി നേരെ താഴോട്ട് പോയാലോ. ബാ ഗായ്സ്, അപ്പോൾ അങ്ങനെ നമ്മുടെ മുക്തിനാഥിലെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ വാപ്പി, അതുപോലെ തന്നെ നമ്മുടെ മൂസിനെ, അതുപോലെ തന്നെ അവരെല്ലാവരും ഉണ്ട്. അപ്പം എല്ലായിടത്തും ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ബൈ ബൈ.